നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് മജ്ബൂസാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കുക്കറിലേക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മൂടി വെച്ച് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി മജ്ബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് സവാള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയുടെ ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ മസാലപ്പൊടികളൊക്കെ അധികമാവാതെ ശ്രദ്ധിക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ വേവിച്ച ആ ബീഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളം മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ഇതിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ചോറ് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളത്തിലേക്കാണ് സ്പൈസസ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഏലക്ക, കുരുമുളക്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കബ്സ മസാല ചേർത്ത് കൊടുക്കുക. ഈ കബ്സ മസാല വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ബസ്മതി റൈസാണ്. നല്ലതുപോലെ കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്ന ശേഷം ഓഫാക്കി 10 മിനിറ്റ് വിസിൽ കളയാതെ വെക്കുക. അതിനുശേഷം മൂടി തുറന്ന് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.